നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസവും വൈകുന്നേരമുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു വലിയ റാലിയാണ് നമ്മുടെ മാർക്കറ്റിൽ കാണുവാനായിട്ട് ഫസ്റ്റ് സെക്ഷനിൽ സാധിച്ചത്. പക്ഷേ നിഫ്റ്റിക്കും സെൻസെക്സിനും ബാങ്ക് നിഫ്റ്റിക്ക് നമ്മുടെ മാർക്കറ്റിന് മൊത്തത്തിൽ ആ നേട്ടം ഇന്ന് ഹോൾഡ് ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ നിലനിർത്തുവാനായിട്ട് സാധിക്കുക ഉണ്ടായില്ല. അതിനൊക്കെ ചില കാരണങ്ങളുണ്ട്, അതിലേക്കൊക്കെ നമുക്ക് കടക്കാം. പ്രധാനമായിട്ടും ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ റാലി ഉണ്ടാകുവാനായിട്ട് കാരണം ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം ഗ്ലോബൽ മാർക്കറ്റ്സിൽ പല പല ഡെവലപ്മെന്റ്സും ഉണ്ടായി. ഖത്തറിലുണ്ടായിരുന്ന അമേരിക്കയുടെ എയർബേസിനെ ഇറാൻ അറ്റാക്ക് ചെയ്തതും അതിനെ തുടർന്നുണ്ടായ താൽക്കാലിക വെടിനിർത്തൽ കരാറുകൾ ഉണ്ടാക്കിയതും തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ ഇന്ന് രാവിലെ ഏകദേശം 9:30-ക്കായിരുന്നു വെടിനിർത്തൽ കരാറ് ഇന്ത്യൻ സമയത്ത് പ്രാബല്യത്തിൽ വരാൻ വേണ്ടി ഫിക്സ് ചെയ്തിരുന്നത്. അതിന്റെ ഫലമായിട്ടാണ് രാവിലെ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആയതോടെ തന്നെ മാർക്കറ്റിൽ ഒരു വൻ കുതിച്ചുചാട്ടം കാണുവാനായിട്ട് സാധിക്കുകയുണ്ടായത്. എന്നാൽ ഫസ്റ്റ് സെക്ഷനിൽ കുതിച്ചുചാട്ടം ഉണ്ടായെങ്കിൽ കൂടിയും ഉച്ചയോടനുബന്ധിച്ച് മാർക്കറ്റിൽ ഒരു റിവേഴ്സ് ട്രെൻഡ് ആണ് കാണുവാനായിട്ട് സാധിച്ചത്. അവിടെ നിന്നും മാർക്കറ്റ് നല്ല രീതിയിൽ ഫോൾ ആയി. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഒരു സ്ഥിരീകരണം വന്നു. ഇന്ത്യൻ സമയം രാവിലെ 9 മണിക്ക്, അതായത് 9:30-ക്കാണ് വെടിനിർത്തൽ കരാർ നിലവിൽ വരുന്നത്. രാവിലെ 9 മണിയായപ്പോൾ ഇസ്രായേലിലേക്ക് മിസൈലുകൾ ഉപയോഗിച്ച് ഇറാന്റെ അറ്റാക്ക് ഉണ്ടായി. തൽഫലമായിട്ട് ബംഗറിൽ ഉണ്ടായിരുന്ന 4ഓളം പേർക്ക് മരണം സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിച്ചു. പക്ഷെ ഉച്ചയോട് കൂടിയിട്ടാണ് പുറം ലോകത്തേക്ക് ഈ വാർത്തകൾ വന്നതും. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഈ വെടിനിർത്തൽ കരാറില് സംതൃപ്തര അല്ല എന്നുള്ള ഒരു അറിയിപ്പ് വരികയുണ്ടായി. അപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം വന്നു. എന്തെങ്കിലും കാരണവശാല് വെടിനിർത്തൽ കരാറ് ഇസ്രായേൽ ലംഘിക്കുകയുണ്ടായാൽ ഇറാനും വീണ്ടും തിരിച്ചടി തുടങ്ങുമെന്ന്. അങ്ങനെ മാർക്കറ്റിലേക്ക് വീണ്ടും ഒരു അനിശ്ചിതാവസ്ഥ പെട്ടെന്ന് വന്നു. അതാണ് മാർക്കറ്റിൽ ഇന്ന് പെട്ടെന്നൊരു ഹ്യൂജ് ഫോൾ കാണുവാനായിട്ട് സാധിച്ചത്. എങ്കിലും നിഫ്റ്റിക്ക് 25,000 എന്ന ലെവലിൽ സപ്പോർട്ട് എടുക്കുവാനായിട്ട് സാധിച്ചു. 25,000 എന്ന റേഞ്ചിന് മുകളിൽ ഇന്ന് ക്ലോസിംഗ് നടത്തുവാനായിട്ട് നിഫ്റ്റിക്ക് സാധിച്ചു. സെൻസെക്സ് ഇന്ന് നേടിയ 1000-ലേറെ പോയിന്റുകൾ നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം ഇന്ന് അവസാനിപ്പിക്കുകയുണ്ടായത്. നിഫ്റ്റിയിലും ഏകദേശം 280-ലേറെ പോയിന്റുകൾ ചോർന്നു പോവുകയുണ്ടായി ഈ പ്രശ്നങ്ങൾ മൂലം. ഇപ്പോഴത്തെ മാർക്കറ്റില് നമുക്കൊന്നും പ്രൊഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ വാക്കുകൾക്കോ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള കരാറുകളോ നമുക്ക് പരിപൂർണമായിട്ട് വിശ്വസിക്കാൻ സാധിക്കുകയില്ലെന്നാണ് ഇതൊക്കെ നമുക്ക് തെളിയിച്ചു തരുന്നത്. ഏതു സമയത്തും സിറ്റുവേഷൻസ് മാറി മറിയാം. അപ്പോൾ നമ്മൾ കാണേണ്ടത് ഒരു കാഴ്ച ഇതാണ്: പോസിറ്റീവ് ന്യൂസ് വന്നാൽ മാർക്കറ്റ്സ് ഹ്യൂജ് ആയിട്ട് ജമ്പ് ചെയ്യും. അതുപോലെ തന്നെ നെഗറ്റീവ് ന്യൂസ് വരുവാണെങ്കിലോ മാർക്കറ്റ് അതുപോലെ തന്നെ അതിന്റെ ഇരട്ടിയിലേറെ ഫോളും ഉണ്ടാക്കും. ഇന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഈ നെഗറ്റീവ് ന്യൂസ് ഉച്ചയോടുകൂടി വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് നിഫ്റ്റി എവിടേക്ക് യാത്ര ചെയ്തേനെന്ന് നമുക്ക് പറയാൻ കൂടി പറ്റാത്ത ഒരു അവസ്ഥ വന്നേനെ. ഇനി നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ സെക്ടർ വൈസിൽ നിഫ്റ്റി PSU ബാങ്ക് 1.5% നേട്ടം ഇന്നുണ്ടാക്കുകയുണ്ടായി. നിഫ്റ്റി മെറ്റൽ 1% നേട്ടവും കാഴ്ചവെച്ചു. നിഫ്റ്റി ബാങ്ക്, ഓട്ടോ, പ്രൈവറ്റ് ബാങ്ക്, കൺസ്യൂമർ ഡ്യൂറബിൾസ് തുടങ്ങിയ സെക്ടറുകൾ 0.7% അടുത്ത് റാലി ഉണ്ടാക്കി. തത്സമയം നിഫ്റ്റി മീഡിയ ഇന്ന് 1% ഫോൾ ആണ് കാണുവാനായിട്ട് സാധിച്ചത്. നെഗറ്റീവ്നെസ് മാർക്കറ്റിലേക്ക് വന്നെങ്കിൽ കൂടിയും ഇന്ത്യ വിക്സ് റൈസ് ചെയ്യുന്നതായിട്ട് കാണുവാനായിട്ട് സാധിച്ചു. ഏകദേശം 14 എന്ന ലെവലിന് മുകളിൽ പോയെങ്കിലും ക്ലോസിംഗ് ബേസിസിൽ വന്നപ്പോൾ ഇന്ത്യ വിക്സ് 13.64 എന്ന നിലയിലേക്ക് സെറ്റിൽ ചെയ്യുന്നതായിട്ടാണ് കണ്ടത്. ഇന്ന് നമ്മുടെ മാർക്കറ്റിലെ സെന്റിമെന്റ്സ് പോസിറ്റീവ് ആയിരുന്നു. നിഫ്റ്റിയിൽ 1813 കമ്പനികൾ നേട്ടത്തോടുകൂടി ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ 756 കമ്പനികളാണ് ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായത്. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ ഹ്യൂജ് ബൈ ആണ് ഇന്നലെ നടത്തിയത്. അതുപോലെ തന്നെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഫ്യൂച്ചർ പൊസിഷനിലെ ഷോർട്ട് പൊസിഷൻ നോക്കുമ്പോൾ അവർ കുറച്ചുകൊണ്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം കരുതിയിരിക്കണം. എന്തെങ്കിലും പോസിറ്റീവ് ന്യൂസ് വരുവാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് കുതിക്കുവാൻ സാധ്യതകൾ ഏറെയാണ്. തത്സമയം നെഗറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചെറിയ നെഗറ്റീവ് ന്യൂസ് ഒന്നും ആയിരിക്കില്ല വരുന്നത്, വലിയ നെഗറ്റീവ് ന്യൂസുകൾ തന്നെ ആയിരിക്കാം. അതുകൊണ്ട് അതിനോട് മാർക്കറ്റ് വളരെ വൻ രീതിയിൽ തന്നെ പ്രതികരിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമുക്ക് ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റിന്റെ പെർഫോമൻസ് ഒന്ന് പരിശോധിക്കാം. അമേരിക്കയില് ഡോ ജോൺസ് ഫ്യൂച്ചർ 300-ലേറെ പോയിന്റുകളുടെ നേട്ടത്തോടെ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നു. യൂറോപ്യൻ മാർക്കറ്റ്സിൽ FTSE-യും CSE-യും DAX ഒക്കെ ഈ പുതിയ
മിഡിൽ ഈസ്റ്റിലെ പുതിയ ഡെവലപ്മെന്റ്സിനെ തുടർന്ന് പോസിറ്റീവിലാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വന്നു കഴിയുമ്പോൾ ഇപ്പോൾ നിലവിൽ ഓപ്പൺ ആയിരിക്കുന്നതും ക്ലോസ് ചെയ്തിരിക്കുന്നതുമായ എല്ലാ മാർക്കറ്റുകളും നേട്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം നടത്തിയതും നടത്തിക്കൊണ്ട് ഇരിക്കുന്നതും. സിംഗപ്പൂർ മാർക്കറ്റാണ് ഇന്ന് ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ മാർക്കറ്റ്. 3% നേട്ടമുണ്ടാക്കുകയുണ്ടായി. അതേസമയം കൊറിയയും തായ്വാനും ഹോങ്കോങ് മാർക്കറ്റൊക്കെ 2% നേട്ടം കൈവരിക്കാനായിട്ടും സാധിച്ചിട്ടുണ്ട്. കൊമോഡിറ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ ബ്രെന്റ് ക്രൂഡും ഗോൾഡിലും ക്രൂഡ് ഓയിലിലും ഇടിവ് തുടർന്നുകൊണ്ടിരിക്കുന്നു. കാരണം തീർച്ചയായിട്ടും ഇതൊക്കെ പുതിയ ഡെവലപ്മെന്റ്സുകളുടെ ഭാഗമായിട്ട് തന്നെ ആണ്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി പറയട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. വോഡഫോൺ ഐഡിയ കമ്പനിക്ക് ഒരു റിലീഫ് AGR ഡ്യൂസുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പരിഗണനയിലുണ്ടെന്നൊരു വാർത്ത വരുന്നുണ്ട്. അതായത് കമ്പനി 84,000 കോടി രൂപയുടെ AGR ഡ്യൂ ആണ് നിലനിൽക്കുന്നത്. നിലവിലെ കോടതിയുടെ ഉത്തരവ് പ്രകാരം അത് 6 വർഷത്തിനുള്ളിൽ തിരിച്ചടയ്ക്കണമെന്നാണ്. അതുപോലെ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. എന്നാൽ ഇനി കേന്ദ്ര സർക്കാർ പരിഗണിക്കാൻ പോകുന്നു ഈ പേയ്മെന്റ് 20 വർഷത്തേക്ക് നീട്ടിക്കൊടുക്കുക. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന് പകരം സിമ്പിൾ ഇൻട്രസ്റ്റ് അപ്ലൈ ചെയ്യുവാൻ സാധ്യതകൾ ഉണ്ടെന്നാണ് വാർത്തകൾ പറയുന്നത്. NTPC ഇന്നൊരു 4% ഇടിവ് സ്റ്റോക്കിൽ കാണുവാനായിട്ട് സാധിച്ചു. കാരണം ഇന്ന് സ്റ്റോക്കിൽ 0.9% ബ്ലോക്ക് ഡീൽ ഉണ്ടായിരുന്നു. ദേവയാനി ഇന്റർനാഷണൽ നമുക്കറിയാം, KFC, പിസ ഹഡ്, സ്റ്റാർബക്സ് കോഫിയുടെ ഒക്കെ പ്രൊമോട്ടേഴ്സ് ആണ് ഇന്ത്യയില്. ബിരിയാണി ബൈ കിലോ എന്ന കമ്പനിയിൽ അഡീഷണൽ സ്റ്റേക്ക് 106 കോടി രൂപ മുടക്കി വാങ്ങുന്നു എന്നൊരു വാർത്ത വരുന്നുണ്ട്. എൻവീരോ ഇൻഫ്ര എഞ്ചിനീയേഴ്സ് 306 കോടി രൂപയുടെ പുതിയ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡ് കമ്പനിയുടെ സബ്സിഡറിക്ക് ലക്ഷറി റിവർ ക്രൂ വെസൽ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട പുതിയൊരു ഓർഡർ ലഭിക്കുകയുണ്ടായി. 100 കോടി രൂപ മുതൽ 250 കോടി രൂപ വില വരുമെന്നാണ് പറയപ്പെടുന്നത്. ACME സോളാർ 1072 കോടി രൂപയുടെ പുതിയ ഒരു ഓർഡർ 250 മെഗാവാട്ട് പ്രൊജക്ടിന് രാജസ്ഥാനിൽ നിന്നും കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. HG ഇൻഫ്ര എഞ്ചിനീയറിംഗ് കമ്പനിക്ക് 118 കോടി രൂപയുടെ നേവൽ ഡ്രൈഡോക്ക് പ്രോജക്ട് ലഭിച്ചതായിട്ടുള്ള വാർത്തകൾ. വീഡിയോ കണ്ട ഏവർക്കും നന്ദി, നമസ്കാരം. നാളെ രാവിലെ 8 മണിക്ക് പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് കണ്ടുമുട്ടാം.